ചേട്ടാ കൂടോത്രം ചെയ്യിപ്പിക്കുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണ്. കാരണം അവർക്ക് തിരിച്ച് കർമ്മഫലം എന്തായാലും തിരിച്ചു വരും. ചില ആൾക്കാർക്ക് അസുഖങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുക, ചില ആൾക്കാരെ അട്രാക്ട് ചെയ്യിക്കാൻ, വശം ചെയ്യാൻ വേണ്ടി കെട്ടത്തിക്കളയും അങ്ങനത്തെ കാര്യങ്ങൾ ഇതിനൊക്കെ വേണ്ടി ചെയ്യുന്നത്. ഇതിനകത്തുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോട്ടോ ഉണ്ടോ പുള്ളിയുടെ? ഫോട്ടോ എടുത്ത് വാട്സാപ്പിൽ നമുക്ക് കിടത്തിയേക്കാം. കൗളമാർഗത്തിലല്ലേ ഇത് ചെയ്യാൻ പറ്റും? അല്ല, തന്ത്രത്തിൽ എല്ലാത്തിലും ഉണ്ട്. ഈ കൗളം തന്ത്രം രണ്ടും ഒന്ന് തന്നെയാണല്ലോ. എനിക്ക് നേരെ കൂടോത്രം ചെയ്തു, എനിക്കതെങ്ങനെ തിരിച്ചറിയാൻ പറ്റുക? നമുക്ക് ചില ബുദ്ധിമുട്ടുകൾ വരുന്നത് നമുക്ക് അറിയാൻ പറ്റും. നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും തടസ്സം വരിക, തിരിച്ചുവിടാൻ പറ്റും. തിരിച്ചുവിടുന്ന ക്രമമുണ്ട്. കൃത്യോച്ചാടനം എന്നൊക്കെ പറയും. നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുള്ള സാധനത്തിന് തിരിച്ച് അങ്ങോട്ടേക്ക് വെക്കുക. സോഴ്സ് അറിഞ്ഞില്ലെങ്കിലും പോകും. പോവും. തിരിച്ചു പോകുന്ന കർമ്മി കേൾക്കോ അയാൾക്ക്? ഇല്ല, അതാ ചെയ്ത ആൾക്കും കേൾക്കും, ഈ ചെയ്യിപ്പിച്ച ആൾക്കും കേൾക്കും. ഇതേ കേസ് തന്നെയാണല്ലേ വശ്യത്തിന് സംഭവിക്കുക? അതെ അതെ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ പലരും 16 വയസ്സുള്ള പെൺകൊച്ചിന് 28 വയസ്സുള്ള അധ്യാപകനെ വശീകരിക്കണം, 48 വയസ്സുള്ള വല്യപ്പന് പിന്നെ 22 വയസ്സുള്ള പെണ്ണിനെ വശീകരിക്കണം. ഇങ്ങനെയൊക്കെയാണ് പലരെയും വിളിച്ചത്. പക്ഷെ അത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാലും അതിന്റെ ബുദ്ധിമുട്ടുകളുണ്ടാവും. അതാ, അങ്ങനെ ചെയ്താലുള്ള ബുദ്ധിമുട്ടുണ്ട്. ചേട്ടാ കൂടോത്രം, പച്ച മലയാളത്തിൽ കൂടോത്രം, ഗൂഢപത്രം എന്നൊക്കെ പറയുന്ന ഇതെങ്ങനെയാണ് ഒരു മനുഷ്യനിൽ കൂടോത്രം ചെയ്ത് എഫക്ട് ചെയ്യാൻ പറ്റുക? ഞാൻ ചോദിക്കാനുള്ള കാരണം, പലപ്പോഴും വന്നിട്ടുള്ള കമന്റുകളാണ് നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. എന്നാ പിന്നെ എന്തിനീ കൊട്ടേഷനൊക്കെ കൊടുക്കുന്നത്? ഒരാളെ വെച്ചിട്ട് കൂടോത്രം ചെയ്താൽ അപ്പോൾ അയാളെ നശിപ്പിക്കാൻ. എങ്ങനെയാണ് ഈ കൂടോത്രമൊക്കെ? ഇല്ല, ഈ കൂടോത്രം എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നതെന്നാണോ? കൂടോത്രം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിയണം, എന്തിനാണ് ചെയ്യുന്നതെന്ന് അറിയണം, എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത്. ഇതിനകത്ത് ഇത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഏതൊരു വിധാനത്തിലും ഇപ്പോൾ തന്ത്രത്തിൽ ഈ ഷഡ്കർമ്മ വിധാനങ്ങളിലെ ചില വിധാനങ്ങളാണ് നമ്മൾ ഇതിനൊക്കെയായിട്ട് ഉപയോഗിക്കാറ്. ഇപ്പോൾ വശ്യം, സ്തംഭനം, മാരണം, ഉച്ചാടനം, ഇങ്ങനത്തെ ചില മോഹനം, സമ്മോഹനം, ഇങ്ങനെ കുറേ ക്രിയകളുണ്ട്. ഇതൊക്കെ നമ്മൾ ഓരോ പെർട്ടിക്കുലർ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ കൂടോത്രം എന്ന് പറയുന്നത്. അത് ചില ആൾക്കാർക്ക് അസുഖങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുക, ചില ആൾക്കാരെ അട്രാക്ട് ചെയ്യിക്കാൻ, വശം ചെയ്യാൻ വേണ്ടി ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ ഇതിനൊക്കെ വേണ്ടി ചെയ്യുന്നത്. ഇതിനകത്തുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് പണ്ട് കാലത്ത് നമ്മളെ പൂർവികർ തന്നെ ഇതിനകത്ത് ഒരുപാട് എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർക്ക് മനസ്സിലാവാത്ത രീതിയിൽ താളിയോലകളിലൊക്കെ ചില ടെക്നിക്സൊക്കെ ഉപയോഗിച്ച് വെച്ചിട്ടുണ്ട്. ഇവർ ഉപയോഗിക്കുന്ന ചില ഭാഷകളുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പറയാം ഞാൻ, ആകാശഭസ്മം, ആകാശപ്പൊടി എന്നൊക്കെ പറയും. ഇതിപ്പോൾ എന്തായിരിക്കും നമുക്കറിയില്ല. അപ്പം ഇത് നോക്കി വായിച്ച് ചെയ്യുന്ന ഒരാൾക്ക് ഇതെന്താണെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അതുപോലെ ചില ഓലയിൽ ചില കാര്യങ്ങൾ എഴുതിയിട്ട് അതിൻ്റെ കണ്ടിന്യൂഷൻ എഴുതുന്ന വേറെ ഏതെങ്കിലും ഓലകളിലായിരിക്കും. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആവില്ല. ഇതെന്തിനാണ് ഇത് ചെയ്ത് വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വേണ്ടാത്ത രീതിയിൽ എടുത്ത് ഉപയോഗിക്കാതിരിക്കാൻ. പിന്നെ ഇതിൻ്റെ ദ്രവ്യങ്ങൾ ഇപ്പോൾ അവൈലബിലിറ്റി ഭയങ്കര കുറവാണ്. ഇതിന് ഉപയോഗിക്കുന്നതായിട്ടുള്ള ചില മരുന്നുകൾ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ കസ്തൂരി എന്ന് പറയുന്ന ഒരു സാധനം, അത് നമുക്കിപ്പോൾ കിട്ടാൻ ഭയങ്കര പാടല്ലേ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ കിട്ടാൻ ഭയങ്കര പാടാണ്. പുറത്തൊക്കെ ആണെങ്കിലും ഓക്കെ. അപ്പോൾ ഇങ്ങനെ തുടങ്ങിയിട്ട് ചില കാര്യങ്ങൾ ലഭിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഇതിനുണ്ട്. പിന്നെ ഇതിന് കൃത്യമായി ഈ വിധാനം ചെയ്യാൻ അറിയാവുന്ന ആൾക്കാരും വളരെ കുറവാണ്. കൃത്യമായിട്ട് ഈ പറയുന്ന ക്രമങ്ങളെല്ലാം ഉപയോഗിച്ച് ഇത് ചെയ്താൽ ഇതിന് പറയുന്ന റിസൾട്ടും ഉണ്ടാവും. പക്ഷേ അതിൻ്റെ സാധ്യതകൾ എത്രത്തോളം ഇന്ന് നിലവിലുണ്ട് എന്നുള്ളതും കൂടി നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഞാൻ പണ്ടൊരിക്കലും തമിഴ്നാട്ടിൽ ഒരു ഇൻ്റർവ്യൂ എടുക്കാൻ പോയി ഒരാളെടുത്ത്. അപ്പം ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞിട്ട് പുള്ളി എൻ്റെ മുഖത്ത് ചോദിച്ചു, ആരോടോ നല്ല വിഷമമുണ്ടല്ലോ? ഞാൻ ഉണ്ട്, ചെറിയൊരു പണി കിട്ടിയിട്ടിരിക്കാം. ഫോട്ടോ ഉണ്ടോ പുള്ളിയുടെ? ഞാൻ പറഞ്ഞില്ല. ഫോട്ടോ എടുത്ത് വാട്സാപ്പിൽ ഇട്ടിട്ട് നമുക്ക് കിടത്തിയേക്കാം. പുള്ളി പറഞ്ഞൊരു സംഭവമാണ്. ഞാൻ പറഞ്ഞു വേണ്ട, ഇത് തിരിച്ചടി നേരിടാൻ വയ്യ, അതുകൊണ്ട് വേണ്ട. നമ്മൾ ചെയ്യുന്നത് നമ്മുടെ സന്തോഷം, അവർ ചെയ്യുന്നത് അവരുടെ സന്തോഷം എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ സാധിക്കും ഒരാളെ. അല്ല, അതിന് ഈ പറയുന്ന പോലെ മാരണക്രിയകൾ, അങ്ങനത്തെ ക്രിയകളൊക്കെ ഉണ്ട്. അത് പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ ഇത് ചെയ്യാൻ അറിയുന്ന ആൾക്കാരുണ്ടാവും എന്നുള്ളത്. ഇപ്പം ആർക്ക് വേണമെങ്കിലും ഞാനിത് ചെയ്യും എന്ന് പറയാമല്ലോ. അതെ. പക്ഷേ ഇതിന് ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ ദ്രവ്യങ്ങളുടെ അവൈലബിലിറ്റി ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്കിപ്പം പിന്നെ ഈ വിധാനങ്ങളൊന്നും നമുക്കിപ്പോൾ ഇൻ്റർനെറ്റിലിപ്പം സെർച്ച് ചെയ്താൽ ഗൂഗിൾ ഗുരു എല്ലാം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമുക്ക് ഈ മന്ത്രങ്ങളെല്ലാം കിട്ടും. പക്ഷേ ഇതിനകത്ത് കിട്ടുന്ന ഈ മന്ത്രങ്ങൾ കൃത്യമാണോ എന്നുള്ളതും കൂടി നോക്കണം. ഇതിനൊക്കെ അധികം പ്രിൻറ്റഡ് വേർഷൻസ് പോലും അവൈലബിൾ അല്ല ഈ മാന്ത്രിക ക്രിയകൾക്കൊന്നും. എല്ലാം കയ്യെഴുത്ത് പ്രതികളും താളിയോല ഗ്രന്ഥങ്ങളും ആണുള്ളത്. ഈ ഓല നോക്കി മനസ്സിലാക്കാൻ ഇത്തരത്തിലുള്ള ചില സാങ്കേതിക ബുദ്ധിമുട്ടുകളുണ്ട്. അത് പൂർവികന്മാരെ അറിഞ്ഞുകൊണ്ട് ചെയ്തു വെച്ചതാണ്. കാരണം ഇതിനകത്ത് ഇവർ ഉപയോഗിക്കുന്ന ചില കോഡ് ലാംഗ്വേജ്, ആ ദ്രവ്യങ്ങളുടെ എക്സാക്ട് നെയിം അല്ല പറയുക. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ആകാശഭസ്മം എന്ന് പറഞ്ഞാൽ നമ്മൾ ആകാശത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളതല്ലാതെ ഇതെന്താ സംഭവം അത് ഞാൻ പറയുന്നില്ല. ഇനി ചില ആൾക്കാർ ആകാശഭസ്മമൊക്കെ എടുത്താലോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചില സാങ്കേതിക തടസ്സങ്ങൾ ഇതിനകത്തുണ്ട്.
അപ്പോൾ ഇത്തരത്തിലുള്ള പിന്നെ അതുപോലെ ചില സസ്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് ഇതിനകത്ത് മെഡിസിൻസും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. ഈ ആഭിചാരം പോലത്തെ കാര്യങ്ങൾ, അതായത് പൂർവികമായിട്ട് പ്രാചീന കാലത്തുണ്ടായിരുന്ന പച്ചമരുന്നുകൾ. കൗളമാർഗത്തിലല്ലേ ഇത് ചെയ്യാൻ പറ്റും? അല്ല, തന്ത്രത്തിൽ എല്ലാത്തിലും ഉണ്ട്. ഈ കൗളം തന്ത്രം രണ്ടും ഒന്ന് തന്നെയാണല്ലോ. അതായത് നമ്മളിപ്പോൾ ക്ഷേത്രത്തിൽ ചെയ്യുന്നൊരു തന്ത്രം ഉണ്ടല്ലോ, അത് ഒരു പൂർണ്ണമായിട്ടുള്ളൊരു താന്ത്രിക ക്രിയയല്ല. അതിനകത്ത് വൈദികം, ആഗമം, തന്ത്രം ഇത് മൂന്നും കൂടി സമ്മിശ്രമായിട്ട് വന്നൊരു മിശ്രക്രമമാണ്. അതായത് ഒരു തന്ത്രി വരുന്നു, പൂജ ചെയ്യുന്നു, കലശം കഴിക്കുന്നു. ഇതാണ് ഇപ്പം നമ്മൾ സോക്കോൾഡ് തന്ത്രം എന്ന് വിളിക്കുന്നത്. ഇതല്ല തന്ത്രം. തന്ത്രത്തിൻ്റെതായിട്ടുള്ളൊരു വേ ഓഫ് കാര്യങ്ങളുണ്ട്. അത് വൈദികം ഇപ്പം വന്നിരിക്കുന്നതിനകത്ത് ഇപ്പം നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോയിട്ട് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ചെയ്യും ഇല്ലേ? ഈ ഭാഗ്യസൂക്തം എന്ന് പറഞ്ഞാൽ വേദത്തിൻ്റെ ഭാഗമാണല്ലോ. അപ്പം അതിൽ വൈദിക മന്ത്രങ്ങളുണ്ട്, ആഗമ ക്രമത്തിലുള്ള ആഗമവാക്യങ്ങൾ നമ്മൾ പൂജയിൽ ഉപയോഗിക്കാറുണ്ട്, തന്ത്രത്തിൻ്റെതായിട്ടുള്ള മുദ്രകളും ബീജാക്ഷരങ്ങളും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഈശാന ശിവ ഗുരുദേവ പദ്ധതി എന്ന് പറയുന്നൊരു ടെക്സ്റ്റ് ഉണ്ട്. തമിഴ്നാട്ടിലൊരു സിദ്ധർ എഴുതിയതാണ്, 3 വോളിയം വരുന്നത്. അതിനകത്ത് ഒന്നിൽ മർമ്മ ചികിത്സ, രണ്ടാമത്തേനകത്ത് ഇതുവരെ സിദ്ധ ഔഷധങ്ങൾ, മൂന്നാമത്തേതിനകത്ത് ഇത്തരത്തിൽ മിശ്രമായിട്ടുള്ള ചില പൂജാക്രമങ്ങളുണ്ട്. ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ കേരളത്തിലെ പ്രാമാണിക താന്ത്രിക ഗ്രന്ഥം എന്ന് പറയുന്ന ശേഷസമുച്ചയം, തന്ത്രസമുച്ചയമൊക്കെ എഴുതിയിട്ടുള്ളത്. ഇത് പൂർണ്ണമായിട്ടുള്ള തന്ത്രമല്ല, ഇത് മിശ്രമാണ്. അതാണ് ഇന്ന് നമ്മൾ തന്ത്രം എന്ന് പറയുന്നത്. അതാണ് ഈ ഡൗട്ട് വരാൻ കാരണം. ഒറിജിനൽ തന്ത്രം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുലം, കൗളം, ഈ സംസ്കൃതത്തിൻ്റെ ചില കാര്യങ്ങളാണത്. ഇത് റിയൽ തന്ത്രം എന്ന് പറയുന്നത് വേറെ തന്നെ ഒരു സ്കൂൾ ഓഫ് തോട്ടാണ്. അതിൻ്റെ വിധാനങ്ങൾ വ്യത്യാസമാണ്. അതിനകത്താണ് ഈ പറഞ്ഞ പോലെ ഷഡ്കർമ്മങ്ങൾ, മറ്റു കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഓരോരോ വ്യക്തികൾക്ക് നമുക്ക് ഓരോരോ പെർട്ടിക്കുലർ നീഡിന് വേണ്ടി ഇന്ന കാര്യങ്ങൾ ചെയ്യാനും ഇന്ന രീതിയിൽ ചെയ്യാനൊക്കെയുള്ള വിധികൾ അതിലുണ്ട്. പക്ഷെ അത് കൃത്യമായി ചെയ്താലേ ഫലം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഒരാൾക്ക് കൂടുപാത്രം ചെയ്തു അറിയാവുന്ന ഒരാളെ കിട്ടി, ഇപ്പോൾ ഒരു എക്സ് എന്ന് പറഞ്ഞ ഒരാൾ എനിക്ക് നേരെ കൂടുപാത്രം ചെയ്തു, എനിക്കതെങ്ങനെ തിരിച്ചറിയാൻ പറ്റുക? നമുക്ക് ചില ബുദ്ധിമുട്ടുകൾ വരുന്നത് നമുക്ക് അറിയാൻ പറ്റും. നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും തടസ്സം വരിക, വീടുകളിൽ എന്നും അസുഖങ്ങൾ, ഒഴിയാത്ത രീതിയിൽ അസുഖങ്ങൾ, പ്രശ്നങ്ങൾ വരിക, നമുക്ക് വെറുതെ ചീത്തപ്പേര്, പ്രശ്നം, അടി, കലഹം, ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ വന്നുകൊണ്ടിരിക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടിന്യൂസ്ലി വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു വിഷയമുണ്ടോ, ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ശത്രുബാധാ വിഷയം ഉണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെ പരിശോധിച്ചിട്ടുണ്ട് എന്ന് തെളിയാൻ എന്താണ് അതിനെപ്പറ്റി? അത് ഏത് വിധാനത്തിലുള്ള ശത്രുബാധയാണ് വന്നിട്ടുള്ളതെന്ന് നോക്കണം. അപ്പോൾ നമുക്ക് ശൈവം, വൈഷ്ണവം, ശാക്തം, മിശ്രം, ഇങ്ങനെ 4 ടൈപ്പ് വിധാനങ്ങളുണ്ട്. അപ്പോൾ ഇതിലേത് വിധാനത്തിലുള്ളതാണ് നമുക്ക് വന്നിരിക്കുന്ന ബുദ്ധിമുട്ടെന്ന് കണ്ടെത്തി അതിനെ റിഡ്യൂസ് ചെയ്ത് അല്ലെങ്കിൽ ആ എനർജിയെ കട്ട് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ അത് ശരിയാവും. നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാനുള്ള വഴികളുണ്ടല്ലോ. തിരിച്ചുവിടാൻ പറ്റും. തിരിച്ചുവിടുന്ന ക്രമമുണ്ട്. കൃത്യോച്ചാടനം എന്നൊക്കെ പറയും. നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുള്ള സാധനത്തിന് തിരിച്ച് അങ്ങോട്ടേക്ക് വെക്കുക. സോഴ്സ് അറിഞ്ഞില്ലെങ്കിലും പോകണം. പോവും. അത് കറക്റ്റായിട്ട് തിരിച്ചു പോകുന്ന ക്രമങ്ങളുണ്ട്. അപ്പോൾ എനിക്കൊരു സംശയമുണ്ട്. ഇപ്പോൾ ഈ എക്സ് എന്ന് പറഞ്ഞ ആൾ ഇത് ചെയ്തത് എന്തായാലും ഒരു കർമ്മിയെ കൊണ്ടായിരിക്കുമല്ലോ. ഈ തിരിച്ചു പോകുന്നത് കർമ്മി കേൾക്കോ അയാൾ കേൾക്കോ? ഇല്ല, അതാ ചെയ്ത ആൾക്കും കേൾക്കും, ഈ ചെയ്യിപ്പിച്ച ആൾക്കും കേൾക്കും. അപ്പോൾ ഇത്തരം കർമ്മങ്ങൾ ചെയ്യുമ്പോൾ കൂടോത്രം ചെയ്യുന്ന ആൾക്കാർക്ക് അതിനുള്ള പ്രൊട്ടക്ഷനും കവചങ്ങളും മറ്റു കാര്യങ്ങളും ഇത് ചെയ്യാൻ അറിയുന്ന ഒരാളായിരിക്കുമല്ലോ ഇത് ചെയ്യുക. അയാൾക്കത് ബാധിക്കാത്ത രീതിയിലല്ലേ അയാൾ ചെയ്യുള്ളൂ. അപ്പം കഴിയുന്നത് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇനി ആരെങ്കിലും ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ പ്രൊട്ടക്ഷൻ എടുക്കുക. അല്ല, ഇത് ചെയ്യുന്ന വ്യക്തികൾക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ വെച്ചിട്ടാണല്ലോ അവർ ചെയ്യുക. പക്ഷെ ഇത് ചെയ്യിപ്പിക്കുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണ്. കാരണം അവർക്ക് തിരിച്ച് കർമ്മഫലം എന്തായാലും തിരിച്ചു വരുമല്ലോ. അപ്പോൾ അത് റിയാക്ഷൻ ഉണ്ടാവും. ഇതേ കേസ് തന്നെയാണല്ലേ വശ്യത്തിന് സംഭവിക്കുക? അതെ. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ പലരും വിളിക്കുന്ന ഒരു കേസ് ആയതുകൊണ്ട് ഞാൻ ചോദിച്ചു പോകുന്നുള്ള, ഞാൻ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. എന്തായാലും ചിരി കാണുമ്പോൾ എനിക്കറിയാം അത് വേണ്ടാന്നുള്ളതാണ്. എങ്ങനെ ഞാൻ ചോദിക്കുക, ചില ഇപ്പോൾ ഒരു അറിവിലേക്ക് വേണ്ടിയിട്ട് ഇത് വശ്യം ചെയ്യാൻ നടക്കുന്നവർ ചിലരുണ്ട്. അന്യൻ്റെ ഭാര്യയ്ക്ക് വശ്യം ചെയ്യുക. അല്ല, വശ്യം ചെയ്യുന്നത് തന്നെ ഇതിന് വേണ്ടിയിട്ടാണ് ആൾക്കാർ ഇപ്പോൾ. ഇതാണ് ആളുകളുടെ വിചാരം. വശ്യം എന്ന് പറഞ്ഞാൽ വശ്യം എന്നുള്ള വാക്കിനർത്ഥം നമുക്ക് പല തരത്തിലുള്ള വശ്യങ്ങളുണ്ട്. ധനവശ്യമുണ്ട്. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടിരിക്കുന്ന ഒരാൾക്ക് ധനത്തെ ആകർഷിക്കാനുള്ള ക്രമങ്ങളുണ്ട്. ഇതും ഒരു വശ്യപ്രയോഗമാണ്. ഇപ്പം നമ്മൾക്ക് ഏതാണോ ലഭിക്കേണ്ടത് അതിനെ നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നതിന് പൊതുവെ ഉപയോഗിക്കുന്ന ഒരു പേരാണ് ഈ വശ്യം, ആകർഷണം എന്നൊക്കെ. ഇത് ഇപ്പോൾ വശ്യം മാത്രമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അതിന് ഫലം ഉണ്ടാവില്ല. അത് അങ്ങനെയൊക്കെ ചില ക്രമങ്ങളുണ്ട് അതിനകത്ത്. ഇപ്പം മോഹനം ചെയ്തിട്ട് അതിൻ്റെ കൂടെ വശ്യവും കൂടി ചെയ്യുമ്പോഴാണ് അതിന് പൂർണ്ണ ഫലം ഉണ്ടാവുക. ഇപ്പം ഞാൻ പറയട്ടെ, സത്കർമ്മങ്ങൾക്കാണെങ്കിൽ ഇപ്പം ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു കാര്യമില്ലാതെ പിരിഞ്ഞിരിക്കുക, അങ്ങനെയുള്ളവരെ അടുപ്പിക്കാനൊക്കെ വേണമെങ്കിൽ നമുക്കത് ചെയ്യാം. അല്ലാതെ അന്യൻ്റെ ഭാര്യ ഇപ്പം അങ്ങനെയല്ല. 16 വയസ്സുള്ള പെൺകൊച്ചിന് 28 വയസ്സുള്ള അധ്യാപകനെ വശീകരിക്കണം. 48 വയസ്സുള്ള വല്യപ്പന് പിന്നെ 22 വയസ്സുള്ള പെണ്ണിനെ വശീകരിക്കണം. ഇങ്ങനെയൊക്കെയാണ് പലരെയും വിളിച്ചത്. പക്ഷെ അത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ടാകും. അതാ അങ്ങനെ ചെയ്താലുള്ള ബുദ്ധിമുട്ട് എന്തൊക്കെയാണ്? അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മളൊരു ഒന്നാമത് ഞാൻ പറഞ്ഞല്ലോ, ഈ ക്രമങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ അറിയുന്നവരില്ല. അപ്പോൾ ഇത് വെറും ഒരു വശ്യക്രിയ മാത്രമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഈ വശ്യം
കിട്ടുന്ന ആൾക്ക്, ഇപ്പം ഞാനിപ്പോൾ അങ്ങനെയാണ് വശ്യം ചെയ്യുന്നതെന്ന് വിചാരിക്കുക, അങ്ങേക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഭാവിയിൽ വരാനും ഈ വ്യക്തിയായിട്ട് ഭയങ്കരമായിട്ടുള്ള വിരോധത്തിലേക്ക് പോകാനും ഒക്കെ ഉള്ള സാധ്യതയുണ്ടാവും. താൽക്കാലിക ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഇത് എന്നുള്ള രീതിക്ക് ഇതിൻ്റെ ഒരു മാറ്റം വരുള്ളൂ. അപ്പോൾ അത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഈ വശ്യം ചോദിച്ചു വിളിക്കുന്നവരാണ് നിങ്ങളുണ്ടെങ്കിൽ ധനവശ്യോ ഒക്കെ. വശ്യം എന്നുള്ള വാക്കിനകത്ത് നമുക്ക് ഈ ഓപ്പോസിറ്റ് സെക്സിനെ അട്രാക്ട് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, അതിനകത്ത് നമുക്ക് ഇപ്പോൾ സാമ്പത്തിക തടസ്സമുള്ള ഒരാൾക്ക് ധനാകർഷണ യന്ത്രമൊക്കെ നമ്മൾ ഒരുപാട് കേട്ട് കാണുമല്ലോ. ധനാകർഷണ ഭൈരവം, സ്വർണ്ണാകർഷണ ഭൈരവൻ, ഇത് ഈ ആകർഷണം എന്ന് പറഞ്ഞാൽ നമ്മളേക്ക് അട്രാക്റ്റ് ചെയ്യിക്കുക. അപ്പോൾ ഈ വശ്യം എന്നുള്ളൊരു പ്രോസസ്സ് ചെയ്യണമെങ്കിൽ അതിനകത്ത് സമ്മോഹനം വേണം, ആകർഷണം വേണം, പ്ലസ് വശ്യം. ഈ 3 ക്രിയയും കൂടി ഒരുമിച്ച് ചെയ്യുമ്പോഴാണ് ഇതിനൊരു പൂർണ്ണ ഫലത്തിലേക്ക് വരുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് ചെയ്യാനുള്ള ചില ടെക്നിക്സ് ഉണ്ട്, അത് കൃത്യമായി അറിയാതെയാണ് ആൾക്കാർ. ഇപ്പോൾ വശ്യം ചെയ്യാന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ വെറ്റിലയിലൊക്കെ ചിലത് എഴുതിയിട്ട് മറ്റേയൊക്കെ ചവയ്ക്കാൻ കൊടുക്കുക, അത് അയാൾ ചവച്ച് തുപ്പുക എന്നല്ലാണ്ട് പ്രത്യേകിച്ച് ഫലമൊന്നും വീട്ടില് പിന്നെ മരുമോനും മോളും പിണങ്ങി നിൽക്കുമ്പോൾ ഇച്ചിരി പൊടി കൊണ്ടുവന്ന് കൊണ്ട് കൊടുത്തിട്ട് ഇത് കലക്കി കൊടുക്കണി എന്നൊക്കെ പറയുന്നത്. അതെ 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 അതെ, അങ്ങനെ പല കഥകളും ഉണ്ട്, വിളിച്ചിരുന്ന കഥകളൊക്കെ ഉണ്ട്. കഥകൾക്ക് നമുക്കിപ്പോൾ പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ഓക്കെ, എന്തായാലും ഈ കൂടോത്രം വശ്യമൊക്കെ ചെയ്യാൻ ഇറങ്ങി പുറപ്പെടുന്നവർ ഇതിന്റെ ദൂഷ്യവശങ്ങളും കൂടി. അതെ, ദൂഷ്യവശങ്ങൾ ഉണ്ടാവും. റിഫ്ലക്ഷൻ, ഒന്നാമത് ഞാൻ പറഞ്ഞല്ലോ, ഇത് കൃത്യമായിട്ട് ചെയ്യാൻ അറിയുന്ന ക്രമങ്ങൾ ഇപ്പോൾ ആൾക്കാരുടെ അടുത്തില്ല. ഇപ്പം ആർക്കും പറയാലോ ഞാൻ ചെയ്യും, ഞാനിപ്പോൾ ഈ ചെടിയുടെ ഇലയിൽ ഞാൻ ജപിച്ചു തന്നു, ഇതവിടെ കൊണ്ട് അയാൾ നടക്കുമ്പോൾ അവിടെ വയ്ക്കൂ, അല്ലെങ്കിൽ അയാൾക്ക് കഴിക്കാൻ കൊടുക്കും എന്നൊക്കെ പറയാം. പക്ഷെ ഇത് കഴിച്ചിട്ട് അയാൾക്ക് വയറിളക്കം പിടിക്കുകയോ വശ്യം ഉണ്ടാകുമോ എന്നുള്ളത് പിന്നത്തെ കാര്യമാണ്. അതെ, ഇപ്പോൾ ഞാൻ ഇന്നാളൊരു ലേഡിയായിട്ട് സംസാരിച്ചപ്പോൾ അവർ ചേട്ടനെ പോലെ കരുതുന്ന ഒരാൾ സ്നേഹം നടിച്ച് ഒന്ന് ഹഗ് ചെയ്തിട്ട് തലമുടി പറിച്ചോണ്ട് പോയിട്ട് പൂജ എന്തോ ചെയ്തു. ഇവർക്ക് എന്തോ എങ്ങനെയോ അറിഞ്ഞിട്ട് ആകെ പ്രശ്നമായി. അല്ല, അത് ആൾക്കാർക്ക് ഈ ഏൽക്കുന്ന ആൾക്കാർക്ക് മാനസികമായിട്ട് പ്രശ്നങ്ങളൊക്കെ വരും. ഇതെന്താണെന്നറിയോ, ഇപ്പം ഞാൻ പറയാം, അങ്ങേക്ക് തീരെ ഇഷ്ടമില്ലാത്ത ഒരാൾ, ഒരു വിധത്തിലും അടുക്കാൻ ഇഷ്ടമില്ലാത്ത ഒരാളെ അങ്ങയുടെ ഈ പറഞ്ഞ പോലെ മുടിയോ നഖോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഒരാൾ ചെയ്യുന്നു. ഇപ്പോൾ ഈ ചെയ്യുമ്പോൾ ഒരിക്കലും ഈ പ്രോസസ്സ് കൃത്യമായിട്ടായിരിക്കില്ല ചെയ്യുന്നത്. അപ്പോൾ അങ്ങേക്ക് ഒരിക്കലും അങ്ങോട്ട് പോകാൻ ഇഷ്ടമുണ്ടാവില്ല, അങ്ങേക്ക് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടും വരും. അത് ഇയാൾക്കത് മോശമായിട്ട് ആ സാധനം എഫക്റ്റ് ചെയ്യുകയും ചെയ്യും ഈ ചെയ്യിപ്പിച്ചാൽ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇതൊക്കെ ഭയങ്കര മൂർച്ചയേറിയ സാധനങ്ങളാണ്, സൂക്ഷിച്ചും കണ്ടു ഉപയോഗിക്കുന്നതാണ്. എവിടെന്നെങ്കിലും ഒക്കെ ഇത് ഏറ്റിട്ടുണ്ടെന്ന് തോന്നലുണ്ടാണെങ്കിൽ ചേട്ടനെ വിളിച്ചോളൂ, ചേട്ടനെ നോക്കിയിട്ട് പറഞ്ഞു തരുന്നുള്ളതാണ്. എന്തായാലും നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. താങ്ക് യു. നമസ്കാരം.